ഞങ്ങളുടെ പറമ്പിൽ ഇവർക്ക് അവിടെ ലഹളയും തമ്മിത്തല്ലുമാണ്. എൻ്റെ പറമ്പിൽ ഒരു പെര വെച്ച് കൊടുത്തു. BP ജോയി എറണാകുളം ജില്ലയിലെ കളക്ടറാണ് അന്നത്തെ കാലത്ത്. അന്ന് ഇവർക്ക് രണ്ടുപേർക്കും അവിടെ പണിയാണ്. 2 മക്കളും ഉള്ളൂ. അവിടെ താമസിച്ചു, എൻ്റെ പറമ്പിൽ താമസിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് അരി എടുത്തുകൊണ്ട് പോയി. ഞാൻ കൊയ്ത്തിനൊക്കെ പോണതാ. പാടത്ത് ഇഷ്ടം പോലെ അരിയുണ്ട്. അരി വെച്ച് ബാക്കിയുള്ളത് ആടിൻ്റെ വെള്ളത്തിലിട്ട് ചോറ് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെയായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവർ ഇറച്ചിയും മീനും ഒക്കെ വെച്ച് തിന്നും. ഈ ഒരു മനുഷ്യനൊക്കെ കൂലിപ്പണിക്ക് വേണം. ഒരു കഷ്ണം എൻ്റെ ആങ്ങളെയാണ് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അവള് കൊടുത്തിട്ടില്ല. ഇവളെ കൂടെ കെട്ടിയെന്ന് കൊടുത്തു. എന്നിട്ട് അങ്ങനെ പോയിട്ട് കല്യാണം ഗർഭിണിയായ എൻ്റെ അന്ന് പോയിട്ട് ഇവൻ നാട് വിട്ടു പോയിട്ട് പെറ്റേൻ്റെ 44 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവൻ വന്നത്. ചിക്കൻ ബോക്സ് ആയിട്ട്. എന്നിട്ട് ഞാൻ അപ്പുറേ വീട്ടിൽ ഇവനെയും കിടത്തി ഇപ്പറ. അപ്പം എനിക്ക് കൊയ്യാൻ പോകണം. ഇവന് കഞ്ഞി വെച്ച് പപ്പടം ചുട്ട് ഒരു കലം വെള്ളമായിട്ട് അക്കരെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. ഇവളെ കൊച്ചിനെ കുളിപ്പിച്ച് കിടത്തി ഇവക്ക് ഭക്ഷണവും കാലാക്കി വെച്ചേച്ചും ഞാൻ കൊയ്യാൻ പോവും. ഉച്ചയാകുമ്പോഴത്തേക്കും കൊയ്തേച്ചും വരും. എന്നിട്ട് 4 മണിയാകുമ്പോൾ മെതിക്കാൻ പോവും. അങ്ങനെ മെതിച്ച് ചിക്കൻ ബോക്സ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി കൊടുത്ത് കുളിയൊക്കെ കഴിഞ്ഞ് എണിപ്പിച്ചു. വന്നപ്പോൾ കൊച്ചിൻ്റെ ഒരു അരപ്പവൻ്റെ മാല എൻ്റെ കഴുത്തേലുണ്ടായിരുന്നു. എൻ്റെ മാല വിറ്റ് കളഞ്ഞു. അത്ര പോലും അവൾക്ക് കൊടുത്ത മാല വിറ്റില്ല. എന്നിട്ട് പറഞ്ഞു, എടീ നിൻ്റെ അമ്മയോട് ആ മാലയും ഞെരാൻ പറ, കൊച്ചിൻ്റെ അല്ലേ. അന്നേരം ഞാൻ പറഞ്ഞു, എടാ നിൻ്റെ മാല ഈ അരപ്പവൻ്റെ മാലയ്ക്കാണോടാ നിനക്ക് ഇത്ര വിഷമം? നീ ഒരു കാര്യം ചെയ്യും, ഒരു 15,000 രൂപ മെഡിക്കലിൽ അമ്മ മുടക്കിയിട്ടുണ്ട്. അമ്മയെന്നൊന്നും പറഞ്ഞില്ല, ഞാൻ മുടക്കിയിട്ടുണ്ടാ. ആ പൈസ ഞാൻ രാങ്കി നിനക്ക് നിൻ്റെ ഈ മാലയാണ്. പൂ കൂട്ടി തെറി പറഞ്ഞേച്ചും ഇവിടെ കഴുത്തേ കിടന്ന മാലയും പറിച്ചോണ്ടവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് കാണിച്ചെന്നോ, ഇനി ഇവനെ ആ ഉടുതുണിയാടെ അല്ലാണ്ട് ഇനി ഇവൻ വന്ന് ഒരു തുണി എടുക്കരുത് എന്ന് പറഞ്ഞ് ഈ പനമ്പ് മറച്ചു വെച്ച് പൂട്ടുള്ള വരിയായിരുന്നു. ഞാൻ ആ പനമ്പ് ഒരു വശം അങ്ങ് പൊക്കി വെച്ചും ബാഗോട് കൂടി ഇവൻ്റെ തുണി സർവത്രം എടുത്തുകൊണ്ട് വന്നു, ആ ഉടുതുണി. എന്നിട്ട് ഞാൻ അയലക്കത്തൊരു വീപ്പ മറിഞ്ഞെടുത്ത് പുതിയ പെരപണിയാണ്. ആ വീപ്പയ്ക്കകത്തേക്ക് കൊണ്ടുവന്നും കിട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം വന്ന് നോക്കിയപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ തുണിയൊന്നുമില്ല. ഉടനെ തന്നെ പുത്തൻകുരിശിൽ കൊണ്ടുപോയി എൻ്റെ പേരിൽ കേസ് കൊടുത്തു. അവൻ്റെ സർവത്ര സാധനവും പെര കയറി കട്ടെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്നപ്പോൾ ഈ മലക്കമ്പുള്ളയും ഇവളെയും കൂടി കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പോലീസുകാർക്ക് തൃപ്തിയായി. അമ്മേനെ വിളിച്ചു. ഞാൻ അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് മെതിക്കാൻ പോയേക്കുക. അമ്മേനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ വന്നു. എന്താ എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ മെതിക്കാൻ പോയേക്കുമായിരുന്നു. അയ്യോ അമ്മച്ചി അങ്ങ് വാ, മരുമോനും ഒരു കേസ് തന്നല്ലേ 2 കുട്ടിക്കിലും ഉള്ളട്ടെന്ന്. സത്യം ഞാൻ പോയില്ല പുത്തമ്പച്ചിങ്ങനെ. ആ കേസ് അവൻ തന്നെ താൻ തീർത്തു. ആ ഡ്രസ്സുകളൊക്കെ ഇപ്പോഴും വീട്ടിലുണ്ട്. ഈ ഉള്ള കാര്യം ഉള്ളതുപോലെ വരുമുണ്ട്, നുണ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഡ്രസ്സുകളൊക്കെ ഇപ്പോഴും വീട്ടിലുണ്ട്. അങ്ങനെ ഈ 3 മക്കളെ, മൂത്തവനെ രണ്ടാമത്തവനെ ആശാമാട്ടേന്ന് 5 വയസ്സായപ്പോൾ കൊണ്ടുപോയി. മൂന്നാമത്തൻ 3-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സ്കൂൾ അവധിയായിരുന്നു. അമ്മ വന്നപ്പോൾ കൊച്ചിനെ കാണാൻ കൊതിയ. ഞാൻ അടിമാലിക്കൊന്ന് കൊണ്ടുപോക്കോട്ടെ അമ്മച്ചി, കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊണ്ടു തന്നെ എന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവർ പൂത്തർക്കാക്ക് സ്കൂളിൽ വന്ന് TC മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവിടെ എങ്ങാണ്ട് രണ്ടാമത്തന്നെ ഒരു സ്കൂളിൽ ചേർത്തിട്ട് ഇവനെ ഈ 3-ാം ക്ലാസ്സിൽ പഠിക്കണവനെ എവിടെയാണ് കൊണ്ട് ചേർത്തേന്ന്? ഓപ്പണേജിൽ പാലായിൽ ചേർത്തു. പറയാൻ പറ്റണില്ല. ഓപ്പണേജിൽ കൊണ്ട് ചേർത്തു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തവന് ആ ഒരു വർഷം ആ സ്കൂളിൽ പഠിച്ചിട്ട് കൊടുത്തില്ല. ടീച്ചർ കൊടുക്കാതിരുന്നപ്പോൾ 1-ാം ക്ലാസ്സിൽ തന്നെ വീണ്ടും അവിടെ കൊണ്ട് ചേർത്ത്. ടീച്ചർ അവിടുന്ന് പഠിച്ച സ്കൂളിൽ തന്നെ ടീച്ചർ തരില്ല എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു പളിയമ്പള്ളി എന്തിനും വീണ്ടും ഒന്നുകൂടെ പുതിയതായിട്ട് പരങ്ങാനത്തെ ഇളയനെയും കൊണ്ടുവന്ന് ആക്കി ഓപ്പണേജിൽ. അന്നേരം എൻ്റെ എൽദോസ് ഫോൺ വിളിച്ചു, അമ്മേ. അപ്പോൾ ഈ പിള്ളേരെ 2 പേരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പിള്ളേരെയും, ഞാൻ മാത്രം വളർത്തിയതല്ലേ, 2 പിള്ളേരെ ആൺകൊച്ചങ്ങളെ കാണാൻ കൊതിയും കണ്ട് ഞങ്ങളൊരു ദിവസം, അപ്പോൾ പെൺകൊച്ചന് 4 വയസ്സായി, കൊതിയും കണ്ട് ഞാൻ പോയി.
ഞാൻ പോയിപ്പോൾ അവളും ഉണ്ടായിരുന്നു, ഈ കൊച്ചും ഉണ്ടായിരുന്നു. വണ്ടി ഇടിച്ച് അപകടം ഉണ്ടായി. ഞങ്ങൾ 3 പേരും ആശുപത്രിയിലായി. അവക്കൂടെ പല്ലിന് ഇളക്കം തട്ടി, കൊച്ചിൻ്റെ നെറ്റി കയറി. എനിക്കാകെ ബോധം പോയി. പിന്നെ ഞങ്ങൾ കോതമംഗലം വെസ്റ്റേലിയസിലായി. അന്നേരം വക്കീൽ കേസെടുത്തു. അന്നേരം ഇവൻ വന്നേച്ചും പറഞ്ഞു, എൻ്റെ പെമ്പറന്നുവത്തിയുടെ കേസ് എടുക്കണ്ട അവൾ. എന്നിട്ട് പിന്നെ ഞങ്ങൾ കേസ് കൊടുത്ത് വക്കീൽ കാശ് ഇവൻ കൊണ്ടുവന്ന് കാശും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോന്നു. അത് കഴിഞ്ഞ് 4-ാം കൊല്ലത്തിലാണ് പിന്നെ കേസ് വിളിക്കുന്നത്. 4-ാം കൊല്ലത്തിൽ കേസ് വിളിച്ചപ്പോൾ ഞങ്ങളുടെ വക്കീൽ മരിച്ചുപോയി. പിന്നെ അതിൻ്റെ ഒരു തെളിവുകളും ഇല്ല. പിന്നെ ആശുപത്രി പോവുകയൊക്കെ ചെയ്ത് ഏതാണ്ട് ഒരു തെളിവ് കിട്ടി. ഇവക്കടി എൻ്റെ പിന്നെ ഞാൻ വേറെ വക്കീലിന് 1500 രൂപ കൊടുത്ത് കേസ് വായിച്ചു. അത് കിട്ടിയിട്ട് എനിക്ക് 25,000 രൂപ കിട്ടി. അവൾക്ക് 8,600 രൂപ കിട്ടി. അവര് മേടിക്കാൻ വന്നില്ല. അവര് മുതലാളിമാരല്ലേ, അവര് മേടിക്കാൻ മേടിച്ചില്ല. അവര് വന്നെങ്കിൽ പൈസ കിട്ടുള്ളൂ. അവരെ വിളിച്ച് ഞങ്ങൾ അറിയിച്ചായിരുന്നു പൈസ വന്നിട്ടുണ്ട്, നിങ്ങൾ വന്നെങ്കിൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. വന്നില്ല. പിന്നെ ഇപ്പം ഈ കൊച്ചങ്ങളെയൊക്കെ വന്നു. ഇവര് എൻഗേജ്മെന്റിന് വന്നില്ല. അതിന് കൂടും കൊണ്ട് മാഡത്തിനോട് ഒരു കാര്യം കൂടെ പറയാം. ഇവര് കർണാടകയിൽ ഒരു പെണ്ണ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ പോവുകയാണ് പെണ്ണിനെ കാണാൻ. ഈ പിള്ളേരെ 2 പേരെയും സ്കൂൾ അവധി എങ്ങാണ്ടിയായിരുന്നു. 2 പിള്ളേരെയും കൊണ്ട് 5,000 രൂപ ഇവൻ്റെ കയ്യിൽ വായ്പ മേടിച്ചുകൊണ്ട് 5,000 രൂപ പണിയെടുത്ത് 10,000 രൂപയും കൊണ്ട് പോയിട്ട് 5,000 രൂപ അളിയൻ വായ്പ മേടിച്ചു. 5,000 രൂപ അവിടെ ചിലവായി. വണ്ടിക്കാശ് മാത്രമേ പിന്നെ ഇങ്ങോട്ടെന്നുള്ളൂ. കല്യാണമൊക്കെ കണ്ട് ഞാൻ പെണ്ണി ചെന്നപ്പോൾ ഒരു ചെറുക്കനേക്കാളും ഒരു 4 ഇരട്ടി വണ്ണം ഉള്ളതായിരുന്നു. ചെന്ന് ഉണ്ട്. അവിടുത്തെ എൻഗേജ്മെൻറ്റും കഴിഞ്ഞു, ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ആൾക്കാരെയൊക്കെ വിളിക്കാറായപ്പോൾ പറഞ്ഞു ഇവർ ആ സ്ഥലം മേടിച്ചോളാം, അവർക്ക് സ്ഥലം വിറ്റിട്ട് വേണം പെണ്ണിനെ കെട്ടിക്കാൻ. അപ്പോൾ ഇവർ മേടിച്ചോളാം എന്ന് പറഞ്ഞു. ഇവരെന്നിട്ട് കല്യാണം ആവാറായപ്പോൾ സ്ഥലം മേടിച്ചില്ല. അവർ റബ്ബർ വെട്ടാൻ പോയോടത്ത് തവിട് പൊടിയങ്ങ് ആക്കി തകർത്ത് തരിപ്പണാക്കി ജയിലിലടച്ചു. മനുഷ്യനെ ജയിലിലടച്ചപ്പോൾ വിളിച്ചപ്പോൾ അപ്പോൾ അവൻ്റെ അമ്മയും അപ്പനും മറ്റൊക്കെ എന്നായി ആദ്യം തെറിയ ഞങ്ങളോട് ഫോണിൽ കൂടി വിളിച്ചു പറയണേന്നോ. അന്നേരം ഞാൻ പറഞ്ഞു ശ്രീധനൊന്നും വേണ്ട, മരുമോൻ്റെ വീട്ടിൽ കെട്ടിക്കയറി കല്യാണം കഴിഞ്ഞ് കെട്ടിക്കയറി കുടിയും വന്നു കഴിഞ്ഞ് നാട്ടിലേക്ക് പെണ്ണിനെയും കണ്ട് ഞങ്ങൾ പോന്നോളാം എന്നൊക്കെ പറഞ്ഞു. ആ കേസ് എന്നിട്ട് ഇവനോട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിനെ ഞാൻ വിടൂല, അവർ വല്ല തല്ലിക്കൊന്നെങ്കിലോ. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഇപ്പം കൂടിയേക്കണത് കാക്കാൻ. ആ കാക്കാനെ ഉണ്ടായുള്ളൂ ഈ 3 മക്കളെയും തോളത്തിട്ട് നടക്കാൻ. ആ കാക്കാൻ കൂടി പറഞ്ഞു. എന്നിട്ട് ഇവർ ചാച്ചനും മോനും കൂടിയും പോയി കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു പോകണ്ട, നിങ്ങളെ അവരടിച്ചു കൊല്ലും, പോകണ്ടെന്ന്. പോയല്ലേ പറ്റുള്ളൂ, ഇവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ പോയല്ലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പോയി 2 പേരോടെ പോയി. എൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയും കണ്ട് മംഗലാപുരത്ത് ചെന്നപ്പോൾ ട്രെയിൻ വൈകിയ ചെന്നേ. മറ്റേ വണ്ടി വേറെ ട്രെയിൻ വരാനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രെയിൻ വൈകിപ്പോയി. അപ്പോൾ അത് കാരണം ഞങ്ങളുടെ ട്രെയിൻ 3 മണിക്കൂർ പിടിച്ചുവിട്ട്. അപ്പോൾ പിറ്റേന്ന് വെച്ചിട്ട് വെളുപ്പനാണ് ട്രെയിൻ മംഗലാപുരത്ത് എത്തിയത്. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾക്ക് കിട്ടാനുള്ള വണ്ടി 9:30 വണ്ടി ഉണ്ടായിരുന്നത് തലേദിവസം. ആ വണ്ടി കിട്ടി. പിന്നെ വെളുപ്പിന് 4 മണിക്ക് അങ്ങോട്ട് ഉണ്ടായിരുന്നു ട്രെയിൻ. അങ്ങനെയാണ് ഞങ്ങൾ വെളുപ്പിന് പോയത്. അളിയൻ്റെ അവിടെ കുറച്ച് ചാച്ചന്മാരൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഒരു സ്റ്റേഷനിലേക്ക് പോയി ഇറക്കിക്കൊണ്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ട് ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണം, അതായത് പെണ്ണിൻ്റെ വീട്ടുകാരും ചെറുക്കൻ്റെ വീട്ടുകാരും. അപ്പോൾ അതിനാണ് നമ്മളെ വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ അതിനുമ്പോൾ അവർ അടി തരാനായിട്ട് അവിടെ കുറേ ഗ്യാങ്ങായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. മംഗലാപുരത്ത് വരാണ്ട് ദൈവം അതിനുകൊണ്ട് നമ്മൾ വൈകി ചെന്നത് കൊണ്ട് നമ്മൾ വന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് പോയായിരുന്നു. അപ്പോൾ അങ്ങനെ പിറ്റേന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ചെല്ലുവിന് അവർക്ക് പ്രതീക്ഷയില്ല. പക്ഷെ നമ്മളെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. അപ്പം അതിനുമ്പോൾ നമ്മുടെ അളിയൻ്റെ കുറേ ബന്ധുക്കാരും ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ മത്തിച്ച് തീരുമാനം എടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ ഏതായാലും ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞ് പെണ്ണിന് നിങ്ങൾ എനിക്ക് തന്നേരെ, ഞാൻ കെട്ടിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇനിയിപ്പോൾ ഇത്രയും പ്രശ്നമായതുകൊണ്ട് പെണ്ണിന് ഞാൻ കൊടുക്കില്ല, ഇവനെ കെട്ടിക്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ചിലവായ രൂപ ചിലവായിട്ടുണ്ട്. അവരവരെ വിരുന്നേച്ചിലൊക്കെ നടത്താൻ. അപ്പോൾ അവർക്ക് ഇത്ര പൈസ ചിലവായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര തുക 50,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അളിയും കാരണമാണ് അവിടെ എന്തൊക്കെ പ്രശ്നം വന്ന് കല്യാണം മുടങ്ങിപ്പോയത്.
അപ്പം ഞാൻ അവിടെ ഉള്ള കാര്യം പറഞ്ഞ് എൻ്റെ ഒരു 10 പൈസ ഇല്ല, ഞാൻ തരില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പെണ്ണിനെ എനിക്ക് തന്നേരം ഞാൻ കൊണ്ടുപോകാം, കുഴപ്പമില്ല എന്ന് പറയാം. അവർ പറഞ്ഞു പെണ്ണിനെ തരില്ല, ഞങ്ങൾക്ക് ചിലവായ പൈസ വേണമെന്ന്, 50,000 രൂപ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചാച്ചനും കൂടി ആയിരുന്നു പോയത്. അപ്പോൾ അവിടെ പോയി ചർച്ചയൊക്കെ ചെയ്ത് ലാസ്റ്റ് തീരുമാനം എടുത്താണ്. എത്രയോ പറഞ്ഞു? 30,000 20,000 രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചത്. അങ്ങനെയാണ് 20,000 അളിയമ്പില്ലി കൊടുത്തതാക്കിയത്. അങ്ങനെ അതിന്റെയൊക്കെ ഒരു ദേഷ്യം അവർക്കുണ്ട്. അവര് വഴിയുള്ള കല്യാണം അതൊക്കെ സംഭവിച്ചു പോയതല്ലേ, അതിലൊന്നും ഇവരുടെ തെറ്റാണ് ഇപ്പൊ പറഞ്ഞത്, എല്ലാം നുണയാ ഇപ്പൊ പറഞ്ഞത്. ഇതിന്റെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണത്തിനാണ്ട് ഒരാഴ്ച മുമ്പ് എൻഗേജ്മെന്റിനുണ്ട്. അപ്പൊ ഇവിടുന്ന് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് 1,00,000 രൂപ വേണം, ശ്രീകാന്ത് തന്നെ ഞങ്ങൾക്ക് 200 വീട് വിളിക്കണം, കല്യാണം വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അങ്ങനെയല്ലല്ലോ ചോദിച്ചത്, നിങ്ങൾക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ വന്ന് പെണ്ണ് കണ്ടേന്ന് പറഞ്ഞു. പിന്നെ 1,00,000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കല്യാണത്തിന് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ സ്ഥലം കൊടുക്കുകയെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചാൽ അവരുടെ സ്ഥലം വിൽക്കാൻ പോവാം. അപ്പോൾ എൻ്റെ കയ്യിൽ 30,000 രൂപ വേണ്ട, അത് ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞു എന്നാൽ കൊടുത്തോ, ആളിയും കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇത് കൊടുക്കാനായിട്ട് ഇരുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. തലേദിവസം സംഭവം ഉണ്ടായി. ഇവളുടെ ഞാൻ വെട്ടാൻ പോയി, ഇവളുടെ അടുത്തുകൊണ്ട് സ്ഥലം മേടിച്ചോ 30,000 രൂപ കൊടുത്തോളാൻ പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇവര് നുണയല്ലാണ്ട് പറയില്ല, ഇവര് നുണ പറഞ്ഞ് ഇവര് അതിന്റെ റെക്കോർഡ് ചെയ്ത കേസ് കയ്യിലുണ്ട്. ഇവര് പറഞ്ഞ അന്ന് റെക്കോർഡ് ചെയ്ത് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞത് കേസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വെട്ടാൻ പോയി. ഇവര് തോട്ടത്തിൽ വന്നിട്ട് എൻ്റെ ഇടക്കാരൻ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നിന്റെ അമ്മയും അളിയനും പറഞ്ഞ് പെണ്ണ് വേണ്ടാന്നല്ലോ പറയണേന്ന്. ഞാൻ എന്നിട്ട് ഇവരെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു പെണ്ണുള്ളതാണ്, നമുക്കിങ്ങനെ കല്യാണം വന്നു കഴിഞ്ഞാൽ നമുക്കും വിഷയങ്ങളുണ്ടാവും, അതുകൊണ്ട് കല്യാണം നടത്താമെന്ന് പറഞ്ഞു. അന്ന് ഇങ്ങനെ രാത്രിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങളോട്ട് അറിയണമില്ല, അത് ഞങ്ങളെ അറിയിക്കണ്ടേ അത്. എന്നിട്ട് ഇത് കഴിഞ്ഞ് എന്നെ തോട്ടത്തിൽ വന്ന് 5-6 ആൾക്കാർ കൂടി വന്ന് തല്ലി എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. നിൻ്റെ അളിയൻ വരാതെ വിടൂല, ശ്രീധനകാശ് ചോദിച്ചു, അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തിയിട്ട് ഇവർ പറഞ്ഞു നിൻ്റെ അളിയൻ വരാതെ വിടൂല, അവൻ വരട്ടെ എവിടെയെന്ന് പറഞ്ഞു. ലാസ്റ്റ് പിന്നെ അവിടുത്തെ മിനിസ്റ്റർ ജീവരാജ് എന്ന് പറഞ്ഞു, പുള്ളിയുടെ PA പുള്ളിക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന BA ഇത് വിവരം അറിഞ്ഞ് ഓടി സ്റ്റേഷനിലെത്തി പുള്ളി ഇറക്കി വിട്ടു എന്നെ, പൊക്കോളം പറഞ്ഞു. എന്നിട്ട് ആളീനെ വിളിച്ച് വരുത്താൻ പറഞ്ഞു. ഇവനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ തള്ള പറഞ്ഞെന്താണെന്നറിയാമോ, നീ വേണി ജയിലിൽ പോയി കിടന്ന് എൻ്റെ മോനെ വിടാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് പിന്നെ അവിടെ ആൾക്കാരൊക്കെ കൂടി വിളിച്ച് പറഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവർ 2,00,000 രൂപയാണ് ചോദിച്ചത്. എന്നിട്ട് ആൾക്കാരൊക്കെ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു പരീക്ഷ നീ ഇവിടെ നിൽക്കാനുള്ളതല്ലേ, നീ അത് ഒഴിവാക്കി വിട് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ് 20,000 രൂപയ്ക്ക് ഞാൻ എന്നിട്ട് കൊടുക്കാമെന്നും പറഞ്ഞ് ഏറ്റ് അവിടെ LIC അനിൽ എന്ന് പറഞ്ഞ പുള്ളിയാണ് കാശ് കൊടുത്ത് ഒഴിവാക്കി വിട്ടത് കേസ്. ഇപ്പൊ സത്യം പറയാലോ മേഡാ, ഇപ്പൊ എൻ്റെ ഒരു മകനല്ലേ എനിക്കുള്ളൂ, ഈ മോനാണ് സത്യം. മകളല്ലേ? മകളെന്ന് വെച്ചാൽ മകൾ ഇങ്ങനെയുള്ള മകളൊന്നും മകളല്ല, അപ്പൻ ആരാന്നറിയില്ല. മകളുടെ അല്ല, അവക്കടെ അപ്പൻ ആരാന്നറിയില്ല, അവക്കറിയില്ല. ഇതൊക്കെ പരാതിയിലുണ്ട്, അപ്പൻ ആരാന്നറിയില്ല. പിന്നെ കാക്കാൻ കാരണം അല്ല, രണ്ടാം കുട്ടിയും കാക്കാൻ കാരണം അവക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. ഈ 3 മക്കളെയും നോക്കി ഇവരിങ്ങനെ തെണ്ടി അലഞ്ഞേർന്ന് എൻ്റെ മോനാണ് സത്യം, ഞങ്ങൾ ഒരു ശ്രീധനും ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഇവനെ പിടിച്ചാ സത്യം ചെയ്യണത്. ഇവര് ജനിച്ച നാളിൽ നുണയെ പറയുള്ളൂ. ഇവര് കുറ്റി മറിച്ച് ഇവര് 7 കൊല്ലായി ഈ മക്കളെ 3 പേര്. മേഡം കേക്ക, ഇവര് ഈ കൊച്ചങ്ങളെയൊക്കെയും കൂടി വീട്ടിൽ പഠിച്ച രണ്ടാമത്തവനെ 3 പിള്ളേരെ കണ്ട തങ്ക കുടം പോലെ ഇരിക്കണ പിള്ളേരാ, ഞാൻ വളർത്ത പിള്ളേരാ, നല്ല സ്വഭാവങ്ങളും. 2 മക്കളെ ഇവിടെ ഒരു കൊച്ചു പഠിച്ചതുകൊണ്ട് ഇരുന്നതാ. അത് കഴിഞ്ഞ് കുറച്ച് കാലത്തേക്ക് 2 കൊച്ചങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവിടെ ചേർത്തു. എന്നിട്ട് ഈ ഓപ്പണേജിൽ കൊണ്ടുവന്നാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, മറന്നുപോകും. ഓപ്പണേജിൽ കൊണ്ടുവന്നാക്കിയിട്ട് എൽദോസ് വിളിച്ചു, അമ്മ ഞങ്ങൾ ഓപ്പണേജിലാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ 2 പേരും എന്നും പോകും, ആഴ്ചയിൽ 15-ാം ദിവസം എത്തുമ്പോൾ പോയി ഇവർ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അത് കഴിഞ്ഞ് 3 കൊല്ലം അവർ രണ്ടാമത്തവൻ ഓപ്പണേജിൽ പഠിച്ചു, മറ്റവൻ 6 ക്ലാസ് വരെ പഠിച്ചു. ആ കൊച്ചങ്ങൾ അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ചാടി വന്നു, കെട്ടിപ്പിടിച്ച് കരയുക. എന്നിട്ട് ഞങ്ങൾ അവിടെയും വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കും, ബക്കറ്റ്. അവർ പറയണതെല്ലാം അവിടെ ഒന്നും വേണ്ട, എന്നാലും അവർ ഞങ്ങളെ കാണുമ്പോൾ എന്നിട്ട് അവർ പറയും ഇത്ര നല്ല വല്യാപ്പനും വല്യാമ്മയുള്ളപ്പോൾ നിങ്ങൾക്ക് എന്നാടാ കുഴപ്പമെന്ന്. അവർക്ക് സോപ്പ്, ഞാനിവിടെ രണ്ടാമത്തവന് 2 പ്രാവശ്യം നിമോണിയം വന്നു മരിക്കാൻ കിടന്നതാ മെഡിക്കലിൽ. ഈ പറഞ്ഞ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പെണ്ണിന് 1 പ്രാവശ്യം മെഡിക്കലിൽ നിമോണിയം വന്ന് കിടന്നതാ.
ഈ പറഞ്ഞ ആരും ഉണ്ടായില്ല. ഈ മക്കളെ 3 പേരെ അന്നും ഞങ്ങൾ തന്നെ നോക്കിയത്. ഇവർ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഇവർ 2 പിള്ളേരെ അടിമാലിക്കുണ്ട്. അവരവിടെ ഈ പെരുമ്പാവൂരിൽ നിന്ന് വന്ന ഒരു ഓട്ടോറിക്ഷ മേടിച്ചു അവിടെ ഓടാൻ ഒരാളെ ഏൽപ്പിച്ചു. ഇവർ മുതലാളിമാരല്ലേ, ഓടാൻ ഒരാളെ ഏൽപ്പിച്ചു. അവിടെയുള്ളവർക്കെന്ന് വെച്ചാൽ ഒരു മനുഷ്യരെ കാണാൻ പാടില്ലാത്ത. അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷയൊക്കെ എങ്ങാണ്ടോടെയൊക്കെ ഇടിച്ചു പറക്കി കട ആവാറായി. അത് കഴിഞ്ഞ് എന്നാ കാണിച്ചതെന്ന് വെച്ചാൽ ഒരു ഓണാവധിക്ക് ഈ 2 പിള്ളേർ, മൂത്തവനെയും പെണ്ണും അവിടെയായിരുന്നു, ഈ 2 പിള്ളേരും വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടേച്ച് ഞങ്ങൾ 10 ദിവസം കഴിയുമ്പോൾ വന്നേക്കാമെന്നും പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് ഇവരെങ്ങോട്ടാണ് പോയെന്ന്, പള്ളിക്കൂടം തുറന്നു, എങ്ങോട്ടാണ് പോയെന്ന് ഒരെത്തും പിടുത്തു ഞങ്ങൾക്കറിയില്ല. ഇവർ ഫോൺ വിളിക്കണമല്ല. ഞങ്ങളത് കഴിഞ്ഞ് നടന്ന് ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ അടിമാലിക്ക് പോയി. അവിടെ സ്കൂളിൻ്റെ പേര് 10-ാം മൈൽ സ്കൂളിൽ ചെന്ന് ഹെഡ്മാസ്റ്ററോട് ചോദിച്ചപ്പോൾ കിട്ടില്ല, ടി സി തരില്ല. തന്തയും തള്ളയും വരാണ്ട്. ഞാൻ പറഞ്ഞു തന്തയും തള്ളയും ഇങ്ങനെ ഉപേക്ഷിച്ച് പോയി, ഞങ്ങൾക്കറിയില്ല, പിള്ളേർക്ക് പഠിക്കണ്ടേ. ഞങ്ങൾ 3 പ്രാവശ്യം പോയി ചോദിച്ചിട്ട് തന്നില്ല. പിന്നെ ഞങ്ങളങ്ങനെ ഞാനും എൻ്റെ 2ാം കെട്ടിയവനും കൂടിയാണ് ഈ നടക്കണത്. ഞാൻ പോയില്ല കേട്ടോ. പുള്ളിക്കാരൻ എല്ലാത്തിനും സാമർഥ്യമുള്ളതാണ്, എവിടെ എല്ലാ കാര്യവും നോക്കാൻ. കാരണം ഇവനിത്തിരി ചെവിയഴിപ്പുറമുണ്ട്, എനിക്ക് വിദ്യാഭ്യാസവും ഇല്ല. അപ്പോൾ തീർന്നില്ലേ, ഈ പുള്ളി വേണം എല്ലാ കാര്യങ്ങളും നടത്താൻ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണ്ടേ. എന്നിട്ട് ചെന്ന് AOPC പോയി. AOPC പോയപ്പോൾ സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവർക്കടെ അപ്പനും അമ്മയും പോയി. അപ്പോൾ പൊന്നു പറഞ്ഞു ഞങ്ങൾ എമിലി എന്നാണ് പേര്, അത് ഞാനിട്ടേക്കണ പേരാണ്. ഇവർ പേര് മാറ്റാൻ നോക്കിയിട്ട് ജനന സർട്ടിഫിക്കറ്റിൽ നിന്ന് പേര് മാറിയില്ല. അതൊക്കെ ഇവരെന്തെല്ലാം ചെയ്തെന്നോ. ഇപ്പോഴും അവക്കടെ ജനന സർട്ടിഫിക്കറ്റിൽ എമിലി എന്നാണ് പേര് കിടക്കണത്. എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് പെണ്ണ് പറഞ്ഞു ഞാൻ ഇനി അങ്ങോട്ട് പോകില്ല അമ്മേന്ന്. എൻ്റെ എൽദോസ് അമ്മ 7-ാം ക്ലാസ്സിലല്ലേ, ഞാൻ അങ്ങോട്ട് പൊക്കോളാം അമ്മേ, പഠിത്തം കളയണ്ടെന്ന്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും ഈ വണ്ടി കാശൊക്കെ കൊടുത്തു. 1 മാസം ഇവർക്കിടെ ചേട്ടൻ്റെ വീട്ടിൽ അവിടെ നിന്നു. അതിൻ്റെ അപ്പോഴത്തേക്ക് ഞങ്ങൾ AOPC പോയി പിള്ളേരങ്ങോട്ട് ചെന്ന് TC മേടിച്ച്, എൽദോസിനെ TC മേടിച്ച് സ്കൂളിൽ ചെന്ന് TC മേടിച്ച് ഞാൻ പറഞ്ഞു മോൻ നാളെ പുസ്തകം സൈറ്റും ഒക്കെ എടുത്തുകൊണ്ട്, പുസ്തകം ബുക്കുകളും ഒക്കെ എടുത്തുകൊണ്ട് പോരേട്ടോ, അമ്മയും ചാച്ചനും പോവുക എന്നും പറഞ്ഞ പൈസയും കൊടുത്തേച്ചും പോന്നു. പൈസ ഇവർക്കൂടെ വലിയപ്പ മേടിച്ചെടുക്കുകയും ചെയ്തു. എടാ കാക്കാനെ, എൻ്റെ അനിയൻ്റെ കൊച്ചിനെ നിനക്ക് TC മേടിച്ചുകൊണ്ട് വരാൻ എന്നാടാ അധികാരമെന്ന് പറഞ്ഞ ഫോണിൽ കൂടി തെറിയ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ എന്നാ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി 4 മണിക്ക് ബൈക്കും കൊണ്ട് പോയി. ബൈക്കും കൊണ്ട് പോയി ചെന്നപ്പോൾ അവിടെ എണിച്ചു നോക്കിയത് ഞങ്ങളെ കണ്ടു. എടാ വേഗം ഇനി ഇറങ്ങി വാ, നിന്നെ കൊണ്ടാനായിട്ട് ഞങ്ങൾ വന്നതാണ്. ഇവനങ്ങ് കയറി അവിടെ തപ്പി ഇവിടെ തപ്പി 1 മണിക്കൂറുകാരായിട്ട് ഇവനെ കാണുന്നില്ല. ഞാനങ്ങ് കയറി പോയ കൂടി കെട്ടിയവനും കയറി വന്നു. ഇവർക്കടെ ചേട്ടൻ പുള്ളി ഇനി വന്നിട്ട് ഞങ്ങളെ എന്നാ ചെയ്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കസേര തടുത്തിട്ടൊന്നും നിന്നില്ല, വാക്കത്തേക്ക് വെട്ടാനൊക്കെ തന്നെ. ഞങ്ങൾ 2 ഉള്ളൂ, എന്ത് ചെയ്യും, പെട്ടാ പഠിക്കാം വാക്കത്തേക്ക്. എന്നിട്ട് ഞാൻ എന്നാ കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല സാമർഥ്യമുണ്ട്, കസേര കൊണ്ട് തടുത്തപ്പോൾ അവൻ്റെ ഈ നെറ്റത്ത് കൊണ്ട് ചോരയായി. ഇവൻ അയ്യഭാവെന്നും പറഞ്ഞ് നുളോടി തുടങ്ങി. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടാവുന്നതൊക്കെ കിട്ടി. അപ്പൊ ഈ ഒച്ചപ്പാടും ബഹളായപ്പോ നാട്ടുകാർ മുഴുവൻ ഓടിയാണ്. അപ്പൊ നാട്ടുകാർ വരുമ്പോ പിന്നെ അവരുടെ സൈഡല്ലേ നിൽക്കൂല, അപ്പൊ നാട്ടുകാർക്ക് അറിയില്ല സത്യാവസ്ഥ. എടാ നിങ്ങള് കോലഞ്ചേരിന്ന് വന്നത്, എടാ ഞങ്ങളുടെ ബെന്നീനെ അടിച്ചു തകർക്കാൻ വന്നാലടാ, എന്താടാ ഈ കാണണേന്നും പറഞ്ഞ് ഞങ്ങൾക്കിട്ട് 2 പേർക്കിട്ടും കിട്ടി. ഇപ്പോഴും എൻ്റെ ഈ കൈ പൊങ്ങൂല, അടിച്ചതാ, ഇടിയൊക്കെ കിട്ടി. ആക്രമണം ചെയ്ത് ഞങ്ങളെ വെള്ളം കുടിക്കാൻ ഷർട്ടിന് മറ്റേ ഒറ്റ പട്ടണത്തില്ല, ഞങ്ങളുടെ വണ്ടിയൊക്കെ തല്ലിപ്പൊളിച്ചു.